Shri Kutiyarun. Welcome to my YouTube channel, Kerala Cuisine. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഫിഷ് കൊണ്ടാട്ടത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. കാറ്ററിംഗ് സ്റ്റൈൽ ഫിഷ് കൊണ്ടാട്ടം. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എങ്ങനെയാണ് കാറ്ററിംഗ് സ്റ്റൈൽ ഫിഷ് കൊണ്ടാട്ടത്തിന്റെ റെസിപ്പി കിട്ടിയെന്ന്. എന്റെ ഒരു പാപ്പനുണ്ട്, നാട്ടില് കാറ്ററിംഗ് ആണ് നടത്തുന്നത്. അപ്പൊ ആളുടെ റെസിപ്പിയാണ്. ഒരു അടിപൊളി കൊണ്ടാട്ടമാണ് കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. മീൻ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കിലോ ബോൺലെസ് മീനാണ് കേട്ടോ എടുക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചൂര അല്ലെങ്കിൽ കുടുത എന്നൊക്കെ പറയുന്നതില്ലേ, അതാണ് നോർമലി കാറ്ററിംഗുകാരൊക്കെ എടുക്കുക. അത് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മഹി എന്ന് പറഞ്ഞ ഒരു മീനാണ്. ഇത് നാട്ടിൽ കിട്ടുന്ന മീനാണോന്ന് അറിയില്ല. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ട ഒരു മസാല റെഡിയാക്കി എടുക്കാം. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പുരട്ടി ഒരു 20 മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇപ്പോൾ 20 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ മീൻ എടുത്തിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതിനാവശ്യത്തിന് എണ്ണ ഒഴിക്കുക. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് കേട്ടോ എടുക്കുന്നത്. ഏത് ഓയിൽ എടുത്താലും കുഴപ്പമില്ല. ഓരോ പീസുകളായിട്ട് ഞാൻ മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് തിരിച്ചു മറിച്ചു വിട്ടിട്ട് നമുക്കൊരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം. വല്ലാതെ മീൻ ഹാർഡായി പോയാലും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ആ ഒരു പാകമായി കഴിഞ്ഞാൽ ഇത് എടുക്കുക. അങ്ങനെ അല്ലാതെ നമുക്ക് ബാക്കിയുള്ള മീനൊക്കെ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ഇതിന് വേണ്ടിയിട്ട് ഒരു ഗ്രേവി തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഏത് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി അതിലേക്ക് ഒരു വലിയ പീസ് ഇഞ്ചി ഞാൻ നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു കുടം വെളുത്തുള്ളി നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഞാനിവിടെ ഒരു 10 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ചെറിയ ഉള്ളി കുറച്ച് വലുപ്പമുള്ള ചെറിയ ഉള്ളിയാണ്. ഇനിയിപ്പോൾ ചെറിയ ഉള്ളി ആണെങ്കിൽ ഒരു 20 എണ്ണമൊക്കെ എടുക്കാം കേട്ടോ. നമുക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ട് നമുക്ക് ഉള്ളിയുടെ അളവ് കൂട്ടിയോ കുറച്ചോ കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. 3 പച്ചമുളകും മുറിച്ചതും 3 ഉണക്കമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരണം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് നല്ലപോലെ ഇളക്കിയ ശേഷം 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇടിച്ച മുളകില്ലേ, അതാണ്. പിന്നെ 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല. ഇപ്പം എല്ലാവരും വിചാരിക്കണ്ടാവില്ല എന്താ ചിക്കൻ മസാല എന്ന്. ചിക്കൻ മസാല തെറ്റിയതൊന്നുമല്ല കേട്ടോ. അതിലേക്ക് ചിക്കൻ മസാല തന്നെയാണ് വേണ്ടത്. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഗരം മസാല താല്പര്യം ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ചേർത്ത പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരണം. അപ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ തക്കാളി സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ്, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയ സോസ് കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഇളക്കിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഇളക്കി കൊടുക്കുക. മീനായതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് ഇളക്കി കൊടുക്കണം. പൊടിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. ഇനി അതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഇതെന്തിനാ വെച്ചാൽ മീനിൻ്റെ ഉള്ളിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് മല്ലിയുടെ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൂടെ അതിലേക്ക് ചേർത്തിട്ട് നല്ല ചൂടോട് കൂടെ തന്നെ സെർവ് ചെയ്തിട്ട് കഴിക്കാം. അടിപൊളി ടേസ്റ്റാണേ. അപ്പൊ എല്ലാവർക്കും ഫിഷ് കൊണ്ടാട്ടം ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.